നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൽ നിന്നും നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുണ്ട്. നമ്മുടെ മൊബൈലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും അല്ലാതെയും ഒക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുന്ന സ്ക്രീൻഷോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഗാലറിയിൽ ഇത് ഇമേജായിട്ട് സേവായി കിടക്കുകയും ചെയ്യും. എന്നാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ എടുത്തു വെച്ച സ്ക്രീൻഷോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായി പോയാലോ? അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇതിനായിട്ട് ഒരു വളരെ ചെറിയ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. തുടർന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ഉടനെ നിങ്ങൾക്കിതുപോലെ പെർമിഷൻ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. പെർമിഷൻ അലോ കൊടുക്കുക. അലോ കൊടുത്തതിന് ശേഷം ഇവിടെ വീണ്ടും കണ്ടിന്യൂ എന്ന ഭാഗം കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടൂ. ഇനി നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എത്ര മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ എടുത്തു വെച്ച സ്ക്രീൻഷോട്ട് ഡിലീറ്റായി പോകേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ഇൻബിൽട്ടായിട്ട് 1 മിനിറ്റാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കാവുന്നതാണ്. ഇത്രേ ചെയ്യണ്ടു. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത ഉടനെ പോപ്പപ്പ് ഇവിടെ എസ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ എസ് എന്ന് ക്ലിക്ക് ചെയ്യാണ്. എസ് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ്, ആ 1 മിനിറ്റിനുള്ളിൽ ഇത് ഡിലീറ്റ് ആകുകയില്ല. നിങ്ങൾ എസ് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.